നമസ്കാരം, ശ്രീവിഷനിലേക്ക് സ്വാഗതം. ചടൈമംഗലം 16-ാം വാർഡായ പോരേടത്ത് പോരേടം രവിയുടെ വസതിയിലാണ് സമ്മേളനം നടന്നത്. യോഗത്തിൽ വാർഡ് ഇൻചാർജും മണ്ഡലം കമ്മിറ്റി അംഗവുമായ പോരേടം രവി അധ്യക്ഷത വഹിച്ചു. മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും പഞ്ചായത്ത് ഇലക്ഷൻ ഭാരവാഹിയുമായ ശ്രീ വിജയമോഹനൻ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം ജനറൽ സെക്രട്ടറി കുരിയോട് മഞ്ചേഷ് മുഖ്യപ്രഭാഷണം നടത്തി. മണ്ഡലം ട്രഷറർ എം ഹരികുമാർ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി എസ് മനോജ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. മഹേഷ് സ്വാഗതവും വിനീത് നന്ദിയും പറഞ്ഞു. യോഗത്തിൽ 20-അംഗ സമിതി രൂപീകരിച്ചു. മണ്ഡലം സെക്രട്ടറി എ വി ജിത്ത്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജയമോഹൻ നായർ, ശ്രീമതി സന്ധ്യ, പഞ്ചായത്ത് കമ്മിറ്റി അംഗം പുരുഷോത്തമൻ, സന്തോഷ് കുമാർ, ശ്രീകുമാർ, പ്രദീപ് ലാൽ, വിജയൻ ആചാരി, ഗിരീഷ്, പ്രശാന്ത്, ശ്യാം എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. യോഗത്തിനു മുന്നോടിയായി പോരേടൻ ജംഗ്ഷനിൽ പാർട്ടി പതാക ഉയർത്തി. പ്രവർത്തകരെ, പ്രിയമുള്ള ബഹുമാന്യരായ നമ്മുടെ നാട്ടുകാരെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളമെമ്പാടുമുള്ള വാർഡ് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിത്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ വാർഡുകളിലും വാർഡ് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരള സംസ്ഥാനത്തുള്ള മുഴുവൻ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുകയും അതിൽ പകുതിയിലേറെ വാർഡുകളിൽ നമ്മൾ ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തീരുമാനിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. എല്ലാ വാർഡുകളിലും 5 അംഗങ്ങൾ വീതമുള്ള ഒരു വാർഡ് കമ്മിറ്റി രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ വാർഡ് സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചടയമംഗലം പഞ്ചായത്തിലെ വാർഡ് സമ്മേളനങ്ങൾ മെനഞ്ഞാന്ന് ആരംഭിക്കുകയും ഇന്ന് 3ാമത് വാർഡ് സമ്മേളനം നടക്കുകയുമാണ്. രാജീവ് ചന്ദ്രശേഖർജി സംസ്ഥാന അധ്യക്ഷനായി കേരളത്തിൽ ചുമതലയേറ്റതിനു ശേഷം മെയ് മാസം 23-ാം തീയതി മുതൽ നമ്മൾ കേരളത്തിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഭരണം പിടിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടുകയും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. നമുക്കറിയാം, ഭാരതീയ ജനതാ പാർട്ടി ഒരു വർഗീയ കക്ഷിയാണെന്ന് ചിത്രീകരിക്കപ്പെട്ടുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ ഭാരതീയ ജനതാ പാർട്ടിയെ തേജോവധം ചെയ്യുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി 2014-ൽ നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള ഒരു വർഗീയ കലാപമോ അല്ലെങ്കിൽ അതരത്തിലുള്ള ഒരു ദുഷിച്ച പ്രവണതയോ ഇന്ത്യ രാജ്യത്തുണ്ടായില്ല. ഇന്ത്യ രാജ്യത്ത് നിന്ന് ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും പുറത്തു പോകേണ്ടി വന്നിട്ടില്ല. അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. എല്ലാ ആളുകളെയും ഒരുമിച്ച് ഒരേപോലെ കാണുകയും എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം എന്ന തത്വം ആവിഷ്കരിച്ചുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കളെന്നോ ഇസ്ലാമെന്നോ മുസ്ലിങ്ങളെന്നോ ഉള്ള യാതൊരു തരത്തിലുള്ള വേർതിരിവില്ലാതെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളും ഈ ഭാരതാംബയുടെ മക്കളാണെന്ന് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇത്തരത്തിൽ ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിലും അതുപോലെ തന്നെ 21 സംസ്ഥാനങ്ങളിലും ഈ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അധികാരത്തിലിരിക്കുകയാണ്. അവിടെയുള്ള മുഴുവൻ ആളുകളും, ഏതാനും ചില ആളുകൾ ഒഴിച്ചാൽ എല്ലാ സമുദായത്തിലും ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തതിന്റെ ഫലമായിട്ടാണ് UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 2ാമതും ഈ പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിഞ്ഞത്. ഏതാണ്ട് 40% മുസ്ലിങ്ങളുള്ള ഈ UPയിൽ 2ാമതും വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരത്തിൽ വരാനുണ്ടായ ആ ഒരു കാരണം ഈ സമുദായത്തിലെ ഈ മതത്തിലെ ആളുകൾ ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ചിന്തിക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒക്കെ ഈ ഭാരതീയ ജനതാ പാർട്ടിയെ ഒരു നഖശികാന്തം എതിർക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ദോഷകരമായി കാണുകയും ഇവിടുത്തെ ചില വിഭാഗങ്ങൾക്ക് എതിരാണെന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇവിടെ വാർഡ് സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ കുറെ കൂടി ഊഷ്മളമാക്കി കൂടുതൽ സജീവമാക്കി ഈ വാർഡിൽ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം പൂർത്തിയായിരിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളുടെയും മുഴുവൻ സഹപ്രവർത്തകരുടെയും മുഴുവൻ ബഹുജനങ്ങളുടെയും പിന്തുണയും സഹായവും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ വാർഡ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ ബഹുജനങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞങ്ങൾക്ക് ആരോടുമില്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് നമ്മുടെ തത്വം. ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിച്ച തത്വം അതാണ്, നമ്മുടെ തത്വദീക്ഷ അതാണ്. അതിൽ ഊന്നിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. വാർഡ് സമ്മേളനത്തിന്റെ മുന്നോടിയായുള്ള ഈ പതാക ഉയർത്തലാണ്. ഈ പതാക ഉയർത്തുന്നതിന് വേണ്ടി ഈ വാർഡിന്റെ ഇൻചാർജ് ആയിട്ടുള്ള ശ്രീ പോരേടം
രവിച്ചേട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പതുക്കെ പതുക്കെ. भारत माता की बीजेपी की उयरू पताके पारू पताके ഉയരു പതാകെ പാറു പതാകെ उयरू पताके पारू पताके ഉയരു പതാകെ പാറു പതാകെ ഞങ്ങളുടെ പ്രിയതാം കവി പതാകെ നമ്മുടെ പ്രിയതാം കവി പതാകെ കുങ്കുമഹരിതേ കവി പതാകെ കുങ്കുമ ഹരിത കാവി പതാകെ വാനിലുയർന്നു പറക്കു പതാകെ വാനിലുയർന്നു പറക്കു പതാകെ അത് കണ്ടമോദത്താൽ അതുകണ്ടാമോദത്താൽ അമോദത്താൽ ഞങ്ങൾ വിളിക്കും അമോദത്താൽ ഞങ്ങൾ വിളിക്കും വന്ദേ മാതരം വന്ദേ മാതരം ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും ആഹ്ലാദത്താൽ ഞങ്ങൾ വിളിക്കും വന്ദേ മാതരം വന്ദേ മാതരം അമോദത്താൽ ആഹ്ലാദത്താൽ ആമോദത്താൽ ആഹ്ലാദത്താൽ ആവേശത്താൽ ഞങ്ങൾ വിളിക്കും ആർവത്താൽ ഞങ്ങൾ വിളിക്കും വന്ദേ 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 മാതരം വന്ദേ 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 മാതരം ഭാരത് മാതാ കി ഭാരത് മാതാ BJP की നമുക്ക് ഇവിടെ കഴിക്കും ഇവിടെ ഇവിടേക്ക് മുദ്രവാക്യം വിളിക്കേ लो भारत माता की लो BJP की जय जय भारत माता ജയ് ജയ് ഭാരത് മാതാ जय जय BJP ജയ് ജയ് ബി ജെ പി जय जय भारत माता ജയ് ജയ് ഭാരത് മാതാ जय जय BJP जय जय BJP जय जय वाद सम्मेलनम जय जय वाद सम्मेलनम जय जय वाद सम्मेलनम जय जय वाद सम्मेलनम जय बोलो भारत माता की जय बोलो बीजेपी की जय बोलो नरेंद्र मोदी की നിജിത്തൊന്നു ജിത്തിന്റെ രവിച്ചേട്ടനെ ക്ഷണിക്കുന്നു. സ്വാഗതം പറയാം. ആദ്യമായി വന്ദേ മാതരം. वन्दे मातरम् वन्दे मातरम् സുജലാ സുഫലാ മലയജ ശീതള സസ്യശ്യാമള മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന ഉളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദളശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. സ്വാഗതം. ഈ യോഗത്തിൽ സ്വാഗതം അർപ്പിക്കുന്നതിനായി ശ്രീ മഹേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ അങ്ങോട്ട് പോരയിടം 15-ാം വാർഡിന്റെ 16-ാം വാർഡ് BJPയുടെ ബൂത്ത് കമ്മിറ്റി യോഗമാണ്. അപ്പോൾ അതിലേക്ക് വന്നിട്ടുള്ള മെമ്പർമാർക്കും BJP അനുഭാവികൾക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അല്ല അത് മുഖ്യ പ്രഭാഷണം ഇല്ല ഇല്ല അത് വരുന്നുണ്ടോ? ബഹുമാനപ്പെട്ട
നേതാക്കന്മാരെ, BJP സംസ്ഥാന കൗൺസിൽ മെമ്പർ ശ്രീ മോഹൻ സാറ്, അടുത്ത പഞ്ചായത്തിന്റെ ചുമതലയുള്ള നേതാക്കന്മാരെ, പ്രവർത്തകരെ, ഈ യോഗം നമ്മളിന്ന് നടത്താൻ നിശ്ചയിച്ചുവെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു വിജയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം തൊട്ടടുത്ത 1-2 മരണങ്ങളും പിന്നെ അതുപോലെ തന്നെ ഒരു 2 സ്ഥലത്തെ കല്യാണങ്ങൾ, അതിൽ മറുവീടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മാറ്റിവെക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ട് മാത്രം നടപ്പാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു പൂർണ്ണ വിജയമായിട്ട് നമ്മൾ അതിനെ കാണുന്നില്ല. വിശാലമായ രീതിയിൽ നമുക്കത് വീണ്ടും ഒന്നുകൂടെ കൂടുതൽ സംവിധാനം ചെയ്യാം. ഇപ്പം എന്തായിരുന്നാലും ശരി തന്നെ, ഇത്രയും പേര് കൂടിയ സ്ഥിതിക്ക് നമുക്ക് ഈ പരിപാടി നടത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഈ സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഈ യോഗത്തിൻ്റെ അതായത് ഉദ്ഘാടനം ചെയ്യുന്നതിലേക്കായിട്ട് നമ്മുടെ വിജയമോഹൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള നമ്മുടെ ഈ യോഗത്തിനെ അധ്യക്ഷത വഹിക്കുന്ന ഈ പോരേടം വാർഡിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള ശ്രീ പോരേടം രവിചേട്ടൻ, ഈ യോഗത്തിൽ സംബന്ധിച്ച് കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ചടയമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ജേഷ്, കുരിയോട് മഞ്ജേഷ്, നമ്മുടെ മണ്ഡലം സെക്രട്ടറി ജിത്ത്, മണ്ഡലം ട്രഷറായിട്ടുള്ള ഹരികുമാർ, നമ്മുടെ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ശ്രീ ജയമോഹൻ ചേട്ടൻ, സന്ധ്യ, പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ്, നമ്മുടെ പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് നമ്മുടെ ഈ മീഡിയയുടെ ഈ ചുമതലക്കാരനായി നമ്മുടെ മുന്നിൽ എപ്പോഴും ഏത് കാര്യത്തിലും നമ്മൾ ഏത് പരിപാടി നടന്നാലും നമ്മുടെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശ്രീകുമാർ ഏട്ടൻ, നമ്മുടെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്തി നമ്മളില്ല. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിലുള്ള മുഴുവൻ വാർഡുകളിലെയും വാർഡ് സമ്മേളനങ്ങൾ നമ്മൾ നേരത്തെ തന്നെ ആരംഭിച്ചു, വളരെ നേരത്തെ ആരംഭിച്ചു. നമ്മൾ ചടയമംഗലത്ത് തുടങ്ങാൻ ഇത്തിരി താമസിച്ചു വന്നത്, ചടയമംഗലം മണ്ഡലത്തിൽ തുടങ്ങാൻ അല്പം ലേറ്റായിപ്പോയി. അത് പല കാരണങ്ങളുണ്ട്, നമുക്കറിയാം. കാരണങ്ങൾ എന്താണെന്ന് നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ട കാര്യമില്ല. പല കാരണങ്ങളുണ്ടും ഈ ചടയമംഗലം മണ്ഡലത്തിലെ നമ്മുടെ വാർഡ് സമ്മേളനം നടത്തുന്നതിന് ഇത്തിരി സമയം വളരെ താമസിച്ചു പോയി. എങ്കിൽ പോലും നമ്മൾ ഈ തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ എല്ലാ സമ്മേളനങ്ങളും, നമ്മുടെ തിരുവൻ ഭാഗത്താണ് ആദ്യമായി സമ്മേളനം, 1-ാം വാർഡിൻ്റെ സമ്മേളനം ആദ്യ ദിവസം തന്നെ നമ്മൾ നടത്തി. വളരെ നല്ല സമ്മേളനമായിരുന്നു, വളരെ നല്ല ഗംഭീരമായ സമ്മേളനമായിരുന്നു. നല്ല സമ്മേളനം നടത്തി. ആ തുടക്കം നന്നായി. 2ാമത്തെ സമ്മേളനം നമ്മൾ മൂലംകൂട് നടത്തി, അതും വളരെ നല്ല വിജയമായിരുന്നു. ഇത് നമുക്ക് മോശമാണ് എന്നും പറയാൻ പറ്റില്ല. പോരാട്ടത്തെ സംബന്ധിച്ചോളം ഈ 55% ഈ മുസ്ലിം വിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശത്ത് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ പാർട്ടി പ്രവർത്തകരെ ഒരുമിച്ച് അണിനിരത്തി കൊണ്ടുപോകുന്നതിന് പലപ്പോഴും പല വൈഷമ്യങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അനുഭാവികളും അവരുടെ പാർട്ടി മെമ്പർമാരുമായി പറയുകയും നിൽക്കുകയും ചെയ്യുന്നവർക്ക് പോലും പരസ്യമായി ഈ വിഭാഗത്തിന്റെ ഇടയിലിറങ്ങി ഈ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് വൈമുഖ്യം കാണിക്കുന്ന ഒരു പതിവുണ്ട്, എല്ലാ പ്രദേശങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ട് നമ്മൾ സമ്മേളനം വിളിക്കുമ്പോൾ നമ്മുടെ പാർട്ടി മെമ്പർമാരായിട്ടുള്ളവരെല്ലാം പങ്കെടുക്കണം എന്നില്ല. അതിവിടെ മാത്രമല്ല, ഈ ഏത് ഭാഗത്തായാലും ശരി തന്നെ ഈ നിഷ്പക്ഷതയുടെ ഒരു മൂടുപടം അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒത്തിരി ആളുകളുടെ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ പാവം. നമ്മളെല്ലാം നിഷ്പക്ഷവാദികളാണ്. പക്ഷേ ഈ ഇസ്ലാം മതവിഭാഗത്തെ സംബന്ധിച്ചോളം അവർ നിഷ്പക്ഷവാദികളല്ല, അവർ പക്ഷപാതികളാണ്. അവർ ഒരു പക്ഷം പിടിക്കുന്ന ആളുകളാണ്. അവരെപ്പോഴും ഒരു പക്ഷത്തിന്റെ ആളുകളാണ്. എന്നാൽ ഈ ഹിന്ദു എന്ന് പറയുന്ന നമ്മൾ ഹൈന്ദവരായിട്ടുള്ള ആളുകൾ നമ്മൾ പക്ഷപാതികളല്ല. നമ്മൾ ഈ മതസൗഹാർദ്ദതയുടെ അപ്പോസ്തലന്മാരായി നിന്നുകൊണ്ട് മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രയാണം ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് നമ്മുടെ പല പ്രദേശങ്ങളിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നത്. അപ്പം സംഘടിതമായ ഒരു മതം ഒരു ഭാഗത്തും സംഘടിതമല്ലാത്ത ഭൂരിപക്ഷം വരുന്ന ഈ മതത്തിൽപ്പെട്ടവർ വേറൊരു ഭാഗത്തും നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് 2047 എന്ന് പറയുന്ന ഒരു വർഷമുണ്ടെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഇസ്ലാം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നു എന്ന് ലോകത്താകമാനമുള്ള മുസ്ലിങ്ങൾ പ്രതീക്ഷിച്ചതും അതിനുവേണ്ടിയുള്ള പ്രചരണ പരിപാടികൾ അഴിച്ചുവിട്ടതും. അതിലാണ് PFI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അവർ പറഞ്ഞതാണ്. SDP പറഞ്ഞതാണ് 2047 ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ നിസ്സാരമായി കാണേണ്ടതല്ല. അതിനുവേണ്ടിയുള്ള എല്ലാ അടിയൊരുക്കുകളും ഈ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ കാര്യങ്ങളും. കാരണം
ആ മതവിഭാഗത്തിന്റെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു. അതുപോലെ ഈ ഭൂരിപക്ഷം വരുന്ന ആളുകളുടെ ജനസംഖ്യ ക്രമാതീതമായി കുറയുകയും ചെയ്തു, വളരെ വലിയ അളവിൽ കുറയുകയും ചെയ്തു. അപ്പൊ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ഒരു കൊച്ച് അല്ലെങ്കിൽ 2 കൊച്ച്, നമ്മുടെ PC ജോർജ് പറഞ്ഞ പോലെ ഇവിടെ ഹൈന്ദവർ കല്യാണം കഴിച്ചാൽ, ക്രിസ്ത്യാനികൾ കല്യാണം കഴിച്ചാൽ മിനിമം 4 കുട്ടികളെങ്കിലും ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് അപകടമാണ് എന്ന് എപ്പോഴും ഉച്ചസ്ഥരം വിളിച്ചു പറയുന്ന ആളാണ് നമ്മുടെ PC ജോർജ്. എപ്പോഴും പറയുന്ന ആളാണ്. കല്യാണം വിളിക്കാൻ ഒരു വീട്ടിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നാൽ അദ്ദേഹം ആദ്യം പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 4 കുട്ടികളിൽ ഉണ്ടാകണം, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അപകടത്തിലാണ്. കാരണം അങ്ങനെ താമസിക്കുന്ന പൂഞ്ഞാർ എന്ന് പറയുന്നത് ഈ പ്രത്യേക മതത്തിൽപ്പെട്ട ആളുകൾ വളയപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. അതേ ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിച്ചപ്പോൾ തോറ്റുപോയതിന്റെ കാര്യം എന്താണ്? അവിടെ അദ്ദേഹത്തെ തോപ്പിച്ചു, സംഘടിതമായി അദ്ദേഹത്തെ PC ജോർജിനെ തോപ്പിച്ചു. ഇല്ല, ഇവിടെ ജയിക്കും. അയാള് ഈ BJP-യുമായി അല്പം കൂറ് പുലർത്തുകയും BJP-യുടെ ആശയങ്ങളോട് എപ്പോഴും കൂറ് പുലർത്തുകയും ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തെ അവിടെ ഈ പൂഞ്ഞാറിൽ അദ്ദേഹത്തെ തോപ്പിച്ചുള്ളത്. പിന്നെ അദ്ദേഹം എന്തായാലും ഞാൻ എന്തായാലും ഈ പേരായി ഞാൻ എന്തായാലും BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിൽ വരികയും അദ്ദേഹത്തിന്റെ മോൻ ഷോൺ ജോർജ് അടക്കം നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ശക്തരായ വക്താക്കന്മാരായി മാറുകയും ചെയ്തു. ഷോൺ ജോർജ് നമ്മുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഷോൺ ജോർജ്. അപ്പൊ നമുക്ക് ധാരാളം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും നമ്മുടെ പാർട്ടിയിലേക്ക് ആളുകൾ വരുന്നുണ്ടെങ്കിലും ഈ വലിയ തീവ്രമത ആളുകളിൽ നിന്നും നമ്മുടെ ഭാഗത്തേക്ക് ആളുകൾ വരാൻ ഇപ്പോഴും മടിക്കുകയാണ്. അവരെ കൂടെ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമുക്കുണ്ടാവും. പക്ഷെ അത് നമുക്ക് നടക്കാൻ അസംഭവ്യമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ ഈ വാർഡ് സമ്മേളനങ്ങളിൽ നമ്മൾ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പോകണം. ഈ വാർഡ് സമ്മേളനങ്ങളിലെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ നമ്മൾ പലപ്പോഴും പല അവസരങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ പാർട്ടിയെ ഈ പ്രദേശത്ത് അധികാരത്തിലെത്തിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനങ്ങൾക്ക് നമുക്ക് മേൽക്കൈ ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഒരു തുടക്കമാണ് വാർഡ് സമ്മേളനങ്ങൾ. നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചടയമംഗലം മണ്ഡലത്തിൽ 3ാം സമ്മേളനമാണെങ്കിൽ പോലും കേരളത്തിൽ കൊല്ലം ജില്ലയിൽ, നമ്മുടെ കൊല്ലം ഈസ്റ്റ് ജില്ലയിലൊക്കെ മിക്കവാറും എല്ലാ പ്രദേശങ്ങളിലും നമ്മുടെ വാർഡ് സമ്മേളനങ്ങൾ ഏതാണ്ട് പരിസമാപ്തിയിലെത്തി നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ചടയമംഗലത്ത് തുടങ്ങിയത്. എളമാട് തുടങ്ങിയിട്ടില്ല. ഇതുപോലെയുള്ള ഒരു പഞ്ചായത്ത് നമ്മുടെ വാർഡ് സമ്മേളനം തുടങ്ങിയിട്ടില്ല. അപ്പോൾ 28-ാം തീയതി 5 സമ്മേളനങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വാർഡ് സമ്മേളനങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ വാർഡിൽ വിജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അതാണ്. ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ നമ്മൾ നവംബർ അവസാനം നമ്മുടെ തെരഞ്ഞെടുപ്പാണ്. ഈ നവംബർ അവസാനം വരുന്ന തെരഞ്ഞെടുപ്പിൽ ചടയമംഗലം പഞ്ചായത്തിൽ ഈ 16 വാർഡുകളിൽ നമുക്ക് 10 വാർഡുകളിൽ വിജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത്. നമ്മൾ പറയുന്നതല്ല, രഹസ്യ പോലീസുകാരെ പറയുന്നത് 10 വാർഡിൽ ഇവിടെ BJP ജയിക്കും എന്നുള്ളതാണ്. അത് ഞാൻ പറയുന്നതല്ല, ചടയമംഗലം മണ്ഡലം കമ്മിറ്റി പറയുന്നതല്ല, പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് ചടയമംഗലത്ത് ഇപ്രാവശ്യം ഭാരതീയ ജനതാ പാർട്ടി അധികാരം പിടിക്കും എന്നവര് അസന്നിഗ്ധമായി പറയുകയാണ്. അപ്പൊ അവരും രഹസ്യാന്വേഷണ വിഭാഗവും ഇന്റലിജൻസും എല്ലാം ഇത് പറയുമ്പോൾ നമ്മൾ അധികാരം കിട്ടണമെങ്കിൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് അധികാരം കിട്ടുന്നില്ല. നമ്മൾ ഇവിടുത്തെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി നടന്ന് പ്രവർത്തിക്കാനുള്ള ഒരു സന്മനസ് ഉണ്ടാവണം. ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. നമുക്കറിയാം ഈ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം CPM നിൽക്കുന്നവരുണ്ട്, കോൺഗ്രസ് നിൽക്കുന്നവരുണ്ട്, CPI നിൽക്കുന്നവരുണ്ട്. CPIക്ക് അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ്. എങ്കിൽ പോലും അവരുടെ മനസ്സിന്റെ ഉള്ളിൽ ഇപ്പോഴും പറയുന്നുണ്ട് ഈ ഭാരതീയ ജനതാ പാർട്ടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അവരുടെ ജനവിഭാഗങ്ങൾക്ക് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാകും എന്ന് അവരുടെ ഉള്ളിൽ പറയുന്നുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ CPM നിൽക്കുന്ന ധാരാളം ആളുകൾ BJPയിലേക്ക് വരുന്നതിന് ഇപ്പോൾ താല്പര്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത് പാർട്ടിയിൽ നിൽക്കുവാണെങ്കിൽ പോലും ഞങ്ങളുടെ വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് എന്ന് അവർ പരസ്യമായി പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ പരസ്യമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാർത്ഥമായ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ നടത്തിയാൽ, വീട് വീടാന്തരം കയറിയിറങ്ങി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദൗത്യം അറിയിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ജയിക്കാൻ കഴിയും. ഈ നരേന്ദ്രമോദി 2014 ഇവിടെ ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം 283 പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതികളൊന്നും ഇവിടുത്തെ സമ്പന്നന്മാർക്ക് വേണ്ടിയുള്ളതല്ല, പട്ടിണി പാവങ്ങളായ സാധാരണക്കാരന് വേണ്ടി ഈ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പദ്ധതികളെ പറ്റി സമഗ്രമായി പഠിക്കണം. നമ്മളിപ്പോ തന്നെ അവിടെ 20 അംഗ കമ്മിറ്റി രൂപീകരിക്കണം നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരാളിന്റെ ചുമതലയാണ് ഈ നരേന്ദ്രമോദി ഈ ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ. അതിന്റെ ഗുണഭോക്താക്കൾ, ആയിരക്കണക്കിന് ഗുണഭോക്താക്കൾ നമ്മുടെ ഓരോ വാർഡിലും ഓരോ വാർഡിലുമുണ്ട്. നമുക്കറിയാം, ഒരു സാധാരണക്കാരനെല്ലാം 2000 രൂപ പ്രതിമാസം കൊടുക്കുന്ന കിസാൻ സമ്മാൻ പദ്ധതി, 1 സെന്റ് ആയാലും 2 സെന്റ് ആയാലും അവർ രേഖകൾ കറക്റ്റായി ഒരു വർഷം 6000 രൂപ അവർ കൊടുക്കുന്ന പദ്ധതി. അത് തുക വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി. ഈ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ അവർ കിട്ടിയിരുന്ന വേതനം തുച്ഛമാണ്, 160 രൂപയായിരുന്നു. അതിപ്പോ ഏതാണ്ട് 360 രൂപ ആയി. അത് 500 രൂപയൊക്കെ വർദ്ധിപ്പിക്കാൻ
ഈ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. 500 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീക്കാരുടെ ആനുകൂല്യങ്ങൾ എല്ലാം ഈ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ഈ നമ്മുടെ ഭാരതത്തിൽ സമഗ്രമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കിട്ടുന്ന ആരാണ്? ഇതെല്ലാം ഹാൻഡ്വർക്കാണ് കിട്ടുന്നത്, ഭാരതീയ ജനതാ പാർട്ടിക്കാണ് കിട്ടുന്നത്. അല്ല, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും, അതിനകത്ത് ജാതിയോ മതമോ ഒന്നുമില്ല, മുഴുവൻ ആളുകൾക്കും. അത് ക്രിസ്ത്യാനിക്ക് കിട്ടുന്നുണ്ട്, അത് മുസ്ലിമിന് കിട്ടുന്നുണ്ട്, അത് എല്ലാ ഹൈന്ദവ വിഭാഗത്തിൽ തന്നെ അവാന്തര വിഭാഗങ്ങൾ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആരും നിങ്ങൾ അങ്ങോട്ട് മാറ്റി നിൽക്കുക, അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം എന്ന് പറയുന്നത് ഇതിലല്ല, മുഴുവൻ ആളുകൾക്ക് കൊടുക്കുന്ന. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആരോടും ഇല്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അപ്പൊ മുസ്ലിങ്ങളെ കൊണ്ട് മാറി നിൽക്കുക, നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ഇല്ല എന്നല്ല, ആരോടും ഇല്ല പ്രീണനം, അത് ഹൈന്ദവരോടും ഇല്ല പ്രീണനം, എല്ലാവർക്കും തുല്യനീതി എന്നുള്ളതാണ് നമ്മുടെ ആശയം, നമ്മുടെ മുദ്രാവാക്യം. പക്ഷെ അത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യതയുള്ളവരാണ് നമ്മുടെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ളത്. നമ്മൾ അതെന്തുമാത്രം ഉൾക്കൊള്ളുന്നുണ്ട്, എന്തുമാത്രം നമ്മൾ അത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം വിലയിരുത്തേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്തൊരു കാര്യം പറയാം, നമ്മുടെ കേരളത്തിൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തും എന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2026 നമുക്ക് നമ്മുടെ നിയമസഭയിൽ 0 സീറ്റുള്ള ഭാരതീയ ജനതാ പാർട്ടിക്ക് 2026 അധികാരം കിട്ടുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അതിശോക്തിയായിട്ട് തോന്നും. പക്ഷെ അതൊരു അതിശോക്തിയല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 1.5% വോട്ടിൽ നിന്നും 40% വോട്ടിലേക്ക് ഒരു വോട്ട് ഷെയർ ഉണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ത്രിപുരയിൽ 1.5% വോട്ടേ ഉള്ളൂ. അവിടെ ബൂത്ത് കമ്മിറ്റി ഇല്ല. ഇവിടെ നമുക്ക് ബൂത്ത് കമ്മിറ്റികളുണ്ട്, സജീവമായ ബൂത്ത് കമ്മിറ്റികളുണ്ട്, സജീവമായ വാർഡ് കമ്മിറ്റികളുണ്ട്. അവിടെ ഒരു ബൂത്ത് കമ്മിറ്റി ഇല്ല, വാർഡ് കമ്മിറ്റി ഇല്ല, ഒരു ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഇല്ല, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഇല്ല, സംസ്ഥാന ഭാരവാഹികളില്ല, ഒന്നുമില്ലാതിരുന്നിടത്ത് ഒരു സുപ്രഭാതത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ അധികാരത്തിലെത്തി 40% വോട്ട് ഷെയറോടുകൂടി. അപ്പൊ കേരളത്തിൽ അത് സംഭവിക്കാതിരിക്കത്തില്ല, സംഭവിക്കും തീർച്ചയായിട്ടും. കേരളത്തിൽ ഇപ്പൊ നമുക്ക് 20% വോട്ട് ഷെയർ ഉണ്ട്. ഇപ്പം ഈ ഇന്ത്യയിൽ 100 പേര് വോട്ട് ചെയ്താൽ 20 പേര് BJP വോട്ട് ചെയ്യുന്നവരാണ്. അത് CPIയും CPIഎമ്മും ചേരുന്ന ഇടതുപക്ഷ മുന്നണി അവരെത്ര പാർട്ടികളാണ്? അതുപോലെ തന്നെ UDF എത്ര പാർട്ടികളാണ്? നമുക്ക് അതുപോലുള്ള വലിയ വലിയ പാർട്ടികളൊന്നും ഉള്ള പാർട്ടികളല്ല. നമുക്കുള്ളത് നമ്മുടെ BDS ഒഴിച്ചാൽ വേറെ ആരുമില്ലായിരുന്നു. ഈ BDS തന്നെ ആ മതവിഭാഗത്തിൽപ്പെട്ട ജാതിയിൽപ്പെട്ട ഒരു ഭൂരിപക്ഷവും CPIഎമ്മിന്റെ കൂടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളേ ഉള്ളൂ. ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ആരോടാണ്? ഈ 12 പാർട്ടികളിലുള്ള LDFനോടും അതുപോലെ തന്നെ 11 പാർട്ടികളുള്ള UDFനോടും മത്സരിക്കുന്നത്. ഏകനായി നിൽക്കുവാണ്. നമ്മളെ കൃഷ്ണനെ പോലാണ്. ആ പാണ്ഡവരുടെ പക്ഷത്ത് ആളില്ല, അവര് കുറച്ചാളേ ഉള്ളൂ. പക്ഷേ കൗരവരുടെ പക്ഷത്ത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. പക്ഷെ അവിടെ പാണ്ഡവരാണ് ജയിച്ചത്. കാരണം അവർ നീതിയുടെ ഭാഗത്ത് നിന്നവരാണ്, നീതിക്ക് വേണ്ടി ശബ്ദിച്ചവരാണ്. അവരുടെ ഭാഗത്താണ് ഈ നീതിയും ദൈവവും സങ്കല്പങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, നമ്മൾ ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. നമ്മുടെ ഈ ഭാരതത്തിൽ നമുക്ക് എല്ലാവർക്കും ചൈതന്യവും ഉണർവും ഉന്മേഷവും വരുമാനവും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്നവരാണ്. അല്ലാതെ ഒരു മതവിഭാഗം മാത്രം വളരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ചാൽ, ആത്മാർത്ഥമായി നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് പോരാടം വാർഡ് അടക്കമുള്ള വാർഡുകളിൽ നമുക്ക് ജയിക്കാൻ കഴിയും. നമുക്കിവിടെ ഭൂരിപക്ഷം നമ്മൾ വാർഡ് മാത്രമല്ല, ഇവിടെ 2 ബ്ലോക്ക് ഡിവിഷൻ ഉണ്ട്. 2 ഇളവക്കോടും ചടയമംഗലവും 2 ബ്ലോക്ക് ഡിവിഷൻ ഉണ്ട്. ഈ ബ്ലോക്ക് ഡിവിഷൻ തന്നെ നമ്മൾ ഇളവക്കോടൊക്കെ കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്ത് വരെ വന്നതാണ്. ബ്ലോക്ക് ഡിവിഷൻ പിടിക്കണം. നമ്മൾ വാർഡ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ബ്ലോക്ക് ഡിവിഷൻ പിടിക്കണം. ഇവിടെ ഒരു ജില്ലാ ഡിവിഷൻ ഉണ്ട്. ഈ ജില്ലാ ഡിവിഷൻ നമ്മൾ ജയിക്കണം. അപ്പൊ ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാരന്റെ കുത്തകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ കാലാകാലങ്ങളായി ഈ ചടയമംഗലം പഞ്ചായത്ത് ഭരിച്ചു മുടിച്ച് ഇവിടെ ഒരു തരത്തിലുള്ള ക്ഷേമവും വികസനവും ഉണ്ടാവാതെ ഒരു തരത്തിലുള്ള ഒരു മാന്ദ്യത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതെല്ലാം ബോധ്യമുള്ളതാണ്. ഈ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, 10,000-കണക്കിന് ആളുകൾ നമ്മുടെ ചടയമംഗലം പഞ്ചായത്തിലുണ്ട്. ഈ ഒരു മാന്ദ്യതയ്ക്ക് കാരണം ഏകപക്ഷി ഭരണമാണ്. ഈ ഏകകക്ഷി ഭരണം മാറണം. ഏകകക്ഷി ഭരണം മാറിയിട്ട് ഭരണ മാറ്റം ഉണ്ടായെങ്കിൽ മാത്രമേ ആ പാർട്ടിയുടെ ഒരു വളർച്ചയും അവരുടെ ഒരു ചിന്തയും ഈ ചടയമംഗലം പഞ്ചായത്തിന് അനുകൂലമായി നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ VS ഉണ്ണി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്ത് തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയായിരുന്നു. നമ്മൾ 3 കോടി രൂപയുടെ വികസനം ചടയമംഗലം പഞ്ചായത്തിൽ കൊണ്ടുവരുമെന്നുള്ളത്. കാരണം അതിനുള്ള മാർഗങ്ങളുണ്ട് നമുക്ക്. ചടയമംഗലം പഞ്ചായത്ത് ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് കൊണ്ടുവന്ന് അവികസിത മേഖലകളിൽ വികസനത്തിന്റെ വെളിച്ചം കൊടുക്കാൻ കഴിയുന്ന ഒരു പദ്ധതികൾ നമുക്ക് ആസൂത്രണം ചെയ്യാൻ കഴിയും. നമുക്ക് കേരളത്തിൽ ഒരുപാട് പഞ്ചായത്തുകൾ ഭരിക്കുന്നുണ്ട്. കാസർഗോഡ് തന്നെ നമ്മൾ 4 പഞ്ചായത്തുകൾ വർഷങ്ങളായി ഭരിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് നല്ല ഒരു മുന്നേറ്റം, പുരോഗതി ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ 4 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് അധികാരം പോയത്. അവിടെ LDFന് ഇത്രയും പാർട്ടികൾ ഒരുമിച്ച് മത്സരിച്ചിട്ട് നമുക്ക് 4 സീറ്റിന്റെ കുറവേ ഉള്ളൂ കോർപ്പറേഷൻ ഭരണത്തിലെത്താൻ. അതിപ്പോ നമ്മളിപ്പം തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മൾ പിടിക്കും, അതുപോലെ തൃശ്ശൂർ കോർപ്പറേഷൻ നമ്മൾ പിടിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ അടക്കം നമ്മൾ 33 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ്. 33 മണ്ഡലങ്ങളിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. ആ 33 മണ്ഡലങ്ങൾ നിലനിർത്തുകയും നമ്മൾ പുതുതായി ഒരു 6ഓ 7ഓ വാർഡുകൾ സീറ്റുകൾ കൂടി കിട്ടിയാൽ ഈ കേരളം BJP ഭരിക്കും. ഒരു സംശയവും വേണ്ട, യാതൊരു സംശയവും വേണ്ട. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 33 അസംബ്ലി മണ്ഡലങ്ങളിൽ നമ്മൾ 1ാം സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തുന്നതിനുള്ള പ്രവർത്തനം നമ്മൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതുതായി നമ്മൾ ഒരുപാട് വാർഡ് അസംബ്ലി മണ്ഡലങ്ങൾ പറയുന്നില്ല, ഒരു 10ൽ താഴെയുള്ള അസംബ്ലി മണ്ഡലങ്ങളിൽ കൂടി ജയിച്ചാൽ കേരളം ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി തന്നെയായിരിക്കും. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അത് തന്നെയാണ് അമിത്ഷാ പറയുന്നത്, അത് തന്നെയാണ് നരേന്ദ്രമോദി പറയുന്നത്. എന്താണ് അമിത്ഷാ ഇപ്പം നിരന്തരം നമ്മുടെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളം പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാക്കം കൂട്ടാൻ വേണ്ടിയാണ്. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ ചടയമംഗലം നമ്മുടത്തെ കേരളത്തിലെ ഭരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്. തമിഴ്നാട് ഇപ്പം പിടിക്കും, ബംഗാൾ ഇപ്പം പിടിക്കും, അതിനൊപ്പം കേരളവും പിടിക്കണം. അപ്പോഴാണ് നമ്മൾ 21 എന്നുള്ളത് നമ്മൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ 24ലേക്ക് എത്തുന്ന ഒരു കാലം അതിവിദൂരമല്ല. അപ്പോൾ ഇന്ത്യ മൊത്തം ഭരിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പോക്കാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തിക്കൊണ്ടത്. അതിനെതിരെയാണ് ഈ കോൺഗ്രസും ഇന്ത്യ സഖ്യവും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യവും എല്ലാം കൂടെ കോൺഗ്രസും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ വോട്ടിനകത്ത് ലക്ഷക്കണക്കിന് വോട്ടുകൾ കള്ളവോട്ട് ചേർത്തു, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ജയിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു നിഷ്പക്ഷ ഏജൻസിയാണ്. നമ്മുടെ കോടതി പോലെ ഒരു നിഷ്പക്ഷ ഏജൻസിയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ. ആ ഇലക്ഷൻ കമ്മീഷനാണ് ആളിനെ വോട്ട് ചേർക്കുന്നത്, അവരാണ് ഹിയറിംഗ് നടത്തുന്നത്. ആരാണ് വോട്ടർ പട്ടികയിൽ പേര് വരേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്, അല്ലാതെ ഈ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ ഒന്നുമല്ല. ആ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നത് അവരാണ് ചെയ്യപ്പെടുന്നത്. പൊള്ളിയും തൃശ്ശൂർ തന്നെ 74,600 വോട്ടിന് ജയിച്ച സുരേഷ് ഗോപിയും കള്ളവോട്ട് ജയിച്ചാണ് എന്നാ പറയുന്നത്. ഈ കേരളത്തിലെ മിഷണറി നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിൽ സംവിധാനമുണ്ടോ? ഇവിടുത്തെ കളക്ടർമാർ, നമ്മുടെ തഹസീൽദാർമാർ, വില്ലേജ് ഓഫീസർമാർ ഒന്നും BJPക്ക് അനുകൂലമായ ആളുകളല്ല, എല്ലാം CPM-നോ CPIക്കോ അനുകൂലമായ ആളുകളാണ്. അവരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത്, ഹിയറിംഗ് നടത്തുന്നത്, അവരാണ് പരിശോധിക്കുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്താൽ അത് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 30 ദിവസം വരെ ആരോപണം ഉന്നയിക്കാൻ സമയമുണ്ട്. ഈ സമയത്തൊന്നും ആരോപണങ്ങൾ ഉന്നയിക്കാതെ ഇപ്പോൾ ഇത്രയും നാളുകൾ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ രാജ്യത്ത് കള്ളവോട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ നാണമില്ലാത്ത ഒരു വിഭാഗം ഇറങ്ങിത്തിരിച്ചിരിക്കും. നമ്മൾ അതിന്റെ പൊള്ളത്തരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഈ രാഹുൽ ഗാന്ധി ഒരുപാട് ആരോപണങ്ങൾ ഈ നരേന്ദ്രമോദിക്കെതിരായി ഉന്നയിച്ചതാണ്, എല്ലാം പൊളിഞ്ഞുപോയി. അവസാനം കോടതിയിൽ ചെന്ന് മാപ്പ് പറഞ്ഞ് സാഷ്ടാംഗം വർണ്ണിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രവണതയാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചുള്ളത്. അതുകൊണ്ട് അവർ കാണിക്കുന്ന എല്ലാ കുതന്ത്രങ്ങളെയും നമ്മൾ ചെന്ന് വീഴാതെ അതിന്റെ യാഥാർത്ഥ്യങ്ങളും വസ്തുതകളും എന്താണെന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടുകൊണ്ട് നമ്മൾ പോവുകയും നമ്മുടെ പാർട്ടിയുടെ അടിത്തറ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. മുഖ്യപ്രഭാഷണം അടുത്തതായി ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നതിലേക്കായി നമ്മുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ മഞ്ജേഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ, ഈ വാർഡിന്റെ ഇൻചാർജ് കൂടിയായിട്ടുള്ള പോരേടം രവിചേട്ടൻ അവർ, അതുപോലെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗം വിജയമോഹൻ സാർ അവർ, പാർട്ടിയുടെ മണ്ഡലം ട്രഷറർ എം ഹരി അവർ, അതുപോലെ മണ്ഡലം സെക്രട്ടറി എ വി ജിത്ത്, പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി മനോജ് അവർ, ജയമോഹൻ അണ്ണൻ, അതുപോലെ വൈസ് പ്രസിഡന്റ് പുരുഷോത്തമൻ അവർ,
മണ്ഡലം സമിതി അംഗം സന്ധ്യ, പോരേടം ബാബ അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അതുപോലെ വീഡിയോഗ്രാഫറെ മറന്നുപോയി, നമ്മുടെ പാർട്ടിയുടെ പഞ്ചായത്ത് സമിതി അംഗമാണ് ശ്രീകുമാർജി അവർ അടക്കം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. വലിയ ഒരു പ്രഭാഷണം കഴിഞ്ഞതുകൊണ്ട് ഇനി ഒരു വലിയ പ്രഭാഷണത്തിനൊന്നും ഇപ്പോൾ സമയം ഒരുപാട് അതിക്രമിച്ചതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഇനി അതിലേക്ക് കടക്കുന്നില്ല. നമുക്കറിയാം, ചടയമംഗലം പഞ്ചായത്ത് 40 വർഷം കൊണ്ട് ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. പക്ഷെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ആശുപത്രി ആയാലും ശരി, അതുപോലെ സ്റ്റേഡിയം ആയാലും ശരി, ഷോപ്പിംഗ് കോംപ്ലക്സ് ആയാലും ശരി, ട്രാഫിക് സിഗ്നൽ അതുപോലുള്ള സംവിധാനങ്ങളായാലും ശരി, ഇതൊന്നും നടപ്പിലാക്കുവാൻ പഞ്ചായത്ത് അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാൻ, ശരിയായ രീതിയിൽ അവതരിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും BJP എന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത്, അതിപ്പം ജാതിയും മതവും വർഗവും വർണ്ണവും രാഷ്ട്രീയം പോലും ഇപ്പം ജനങ്ങൾ നോക്കുന്നില്ല. BJP എന്ന പ്രസ്ഥാനത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് വികസനം കൊണ്ടുവരാൻ കഴിയുന്ന പ്രസ്ഥാനം എന്നുള്ളത് തന്നെയാണ്. അത് ഗുജറാത്തിലായാലും ശരി, മധ്യപ്രദേശിലായാലും ശരി, ഉത്തർപ്രദേശിലായാലും ശരി, BJP അധികാരത്തിൽ വന്ന എല്ലാ സ്ഥലങ്ങളിലും വികസനം നടക്കുന്നു. അവിടെ എങ്ങും മതത്തിന്റെ പേരിൽ വർഗീയ കലാപങ്ങൾ നടക്കുന്നില്ല. BJP അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഉത്തർപ്രദേശിൽ നിരന്തരം കലാപങ്ങളായിരുന്നു. ആഴ്ചയിൽ 2 കലാപം നടക്കുകയായിരുന്നു. BJP അധികാരത്തിൽ വന്നതിന് ശേഷം ആ കലാപങ്ങൾ നിശേഷമില്ലാതായി. അതുപോലെ തന്നെ ഗുജറാത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയത്ത് ഒരു കലാപം നടന്നു. അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന് 2 മാസത്തിനുള്ളിലാണ് ഒരു കലാപം നടന്നത്, ഗോദ്ര കലാപം. അത് തികച്ചും ആസൂത്രിതമായിരുന്നു. ട്രെയിൻ തീവെപ്പുമായിട്ട് ബന്ധപ്പെട്ട് തികച്ചും ആസൂത്രിതമായ ഒരു കലാപമാണ് ഗോദ്രയിൽ സംഭവിച്ചത്. പക്ഷെ ആ കലാപത്തെ അടിച്ചമർത്തിയതിനു ശേഷം പിന്നീട് നരേന്ദ്രമോദി 3 ടേൺ ഭരിച്ചു. അതിനുശേഷം ഒരു കലാപവും ഗുജറാത്തിൽ നടന്നിട്ടില്ല. അപ്പം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ യാതൊരുവിധ മത പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കലാപങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അവിടെയെല്ലാം വികസനമാണ് നടക്കുന്നത് എന്ന് നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ, ജനങ്ങളുടെ ഉള്ളിൽ ബോധ്യപ്പെടുത്തുവാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഏത് മത ഭൂരിപക്ഷമായാലും ശരി, ഏത് വർഗം ഭൂരിപക്ഷമായാലും ശരി, ഏത് ജാതി ഭൂരിപക്ഷമായാലും ശരി, അവിടെ BJPക്ക് വിജയമുണ്ടാകും. അത് ഉത്തർപ്രദേശിൽ നമ്മൾ കാണുന്നുണ്ട്, ഗോവയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അവിടെ എല്ലാം BJP പല വ്യത്യസ്ത മതവിഭാഗങ്ങളും വ്യത്യസ്ത വർഗവും വർണ്ണവും ഒക്കെ താമസിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം BJP ജയിക്കും. അപ്പൊ അത് കേരളത്തിലും സംഭവിക്കും, ഇവിടെ പോരേടത്തും സംഭവിക്കും എന്നുള്ളതിന് യാതൊരു സംശയമുണ്ട്. നമ്മൾ ഈ പോരേടത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് ഒരു പഴയ നീന്തൽ താരത്തിന്റെ ഒരു കടലിടുക്ക് നീന്തി കയറാൻ ശ്രമിച്ച ആ ഒരു സംഭവം എനിക്ക് ഓർമ്മ വരുന്നു. അവർ വളരെ നാളത്തെ പരിശീലനത്തിന് ശേഷം വളരെ നാളത്തെ പരിശീലനത്തിന് ശേഷം അവർ ആ കടലിടുക്ക് നീന്തി കയറുവാൻ ശ്രമിക്കുക, പസഫിക് പോലുള്ള കടലിടുക്ക് നീന്തി കയറുവാൻ ശ്രമിക്കുക. അപ്പൊ ആ നീന്തലിന് വേണ്ടിയിട്ട് അവർ എല്ലാ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഏകദേശം 5-6 മണിക്കൂർ നീന്തിയാൽ മാത്രമേ ഈ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കൂ. അപ്പൊ ഇവരുടെ തൊട്ടു പുറകിൽ ബോട്ടുണ്ട്, ആ ബോട്ടിൽ ഇവരുടെ അമ്മയുണ്ട്. അതുപോലെ ഇവരെ അത്യാഹിതം വല്ലതും സംഭവിച്ചാൽ രക്ഷിക്കാനുള്ള ആൾക്കാരുണ്ട്, ബോട്ടുണ്ട്. അപ്പൊ ഇവർ പിന്നിൽ നീന്തുന്ന അവർ മുന്നിലായിട്ട് നീന്തുക. അപ്പൊ അവിടെ തിരമാലയും പിന്നെ അതുപോലെ മനുഷ്യനെ തിന്നുന്ന ഇതൊക്കെ മത്സ്യങ്ങളും അതുപോലുള്ള മുതലുകളൊക്കെ ഉള്ള ഒരു സ്ഥലം. എന്നിട്ടും അവർ നീന്തുവാൻ തയ്യാറായിട്ട് മുന്നോട്ട് അവിടെ നീന്തി റെക്കോർഡ് സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി അവർ മുന്നോട്ട് പോവുക. മണിക്കൂറുകളോളം നീന്തി, 4-5-6 മണിക്കൂറോളം നീന്തി. പക്ഷേ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ സാധിക്കുന്നില്ല. ലക്ഷ്യസ്ഥാനം നോക്കുന്ന സ്ഥലത്ത് അവിടെ എല്ലാം മൂടൽമഞ്ഞ്, ഒന്നും കാണുവാനും സാധിക്കുന്നില്ല. അപ്പൊ എന്നാൽ ഇവരിങ്ങനെ നീന്തി അവസാനം അവർ വളരെ തളർന്നു, ഒരു നിവൃത്തിയില്ല. ഇനി അവർക്കൊരു സ്റ്റെപ്പ് പോലും നീന്താൻ പറ്റില്ല എന്ന് അവർക്ക് തോന്നുന്ന സമയത്ത് അവർ അമ്മയോട് പറയുന്നു, അമ്മ എനിക്കിനി നീന്താൻ പറ്റത്തില്ല, ഞാൻ നിർത്തുകയാണ്, എനിക്ക് ലക്ഷ്യത്തെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് പറയുമ്പോൾ അമ്മ പറയുന്നു കയറാൻ വരുന്നു, മോളെ കയറൂ എന്ന് പറയുന്നു. അവർ ബോട്ടിൽ പിടിച്ച് കയറ്റും. ഈ ബോട്ടിൽ പിടിച്ച് കയറ്റി ഒരു 50 മീറ്റർ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി. കാരണം അവർക്ക് അതുവരെ ആ ലക്ഷ്യസ്ഥാനം കാണാൻ പറ്റത്തില്ല, മൂടൽമഞ്ഞായിരുന്നു. പക്ഷെ ഒരു 50 മീറ്റർ കഴിഞ്ഞപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി. പോരേടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതാണ് തോന്നുന്നത്. ഇവിടെ ഏകദേശം നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കൊണ്ടിരിക്കും. കഴിഞ്ഞതിനും നമ്മൾ 2ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞു. ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മൂടൽമഞ്ഞ് കാരണം നമ്മുടെ വിജയം എവിടെ എത്തിയെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അവര് ഈ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ശ്രമിച്ച ആ കുട്ടി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും പരിശ്രമിച്ചു. ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പരിശ്രമിച്ചു. ഈ 6 മണിക്കൂർ കൊണ്ട് അന്ന് അവർ നീന്തിയത് വെറും 5 മണിക്കൂർ കൊണ്ട് നീന്തി അവർ ലക്ഷ്യസ്ഥാനത്തെത്തി. അവർ ആ പോരാട്ടത്തിൽ വിജയിച്ചു. അപ്പൊ പോരാട്ടത്തും തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. നമ്മൾ ഇതുവരെ നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലൊക്കെ നമ്മൾ യഥാർത്ഥത്തിൽ മേൽക്കൈ നേടിയിട്ടുണ്ട്. നമ്മൾ ലക്ഷ്യസ്ഥാനത്തിന് അടുത്തെത്തിയിട്ടുണ്ട്. നമ്മൾ 2ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കൂട്ടായ ശ്രമിച്ചാൽ, അതുപോലെ ഈ ചടയമംഗലം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വികസന വിഷയങ്ങൾ നമുക്കറിയാം. ചടയമംഗലത്ത് ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ, ഒരു അത്യാഹിത വിഭാഗം ഇല്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഇവിടെ ഒരാൾക്ക് അറ്റാക്ക് വരുന്നു.
അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു. ഇവിടെ എത്രയോ പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എത്രയോ പേരെ എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അങ്ങ് വെഞ്ഞാറമൂട് ഗോകുലത്തിലോ അല്ലെങ്കിൽ പാരിപ്പള്ളിയോ അല്ലെങ്കിൽ മറ്റേ സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് മണിക്കൂറുകൾ എടുക്കും. ആ സമയം കൊണ്ട് ഇദ്ദേഹം മരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് പേർ മരിച്ച കുടുംബങ്ങൾ പലതും ഉണ്ടാകും. എനിക്ക് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എന്റെ അച്ഛനും അതാ സംഭവിച്ചത്. കാരണം അടുത്തുള്ള ആശുപത്രി എത്തിച്ച് നമ്മൾ മറ്റൊരു ദൂരത്തുള്ള ആശുപത്രിയിൽ എത്തിയപ്പോൾ മരിച്ചു, അറ്റാക്കായിരുന്നു. അപ്പൊ ഇതുപോലെ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് ഈ ചടയമംഗലത്ത് കാണും. പക്ഷെ അവരെയൊക്കെ നമ്മൾ ഈ പോരാട വാർഡിലൊക്കെ കാണും. നമ്മൾ അവരെയൊക്കെ ഈ കാര്യം ബോധ്യപ്പെടുത്തണം. ഇവിടെ ഒരു ആശുപത്രി കൊണ്ടുവരാതെ വികസനത്തെ അട്ടിമറിച്ചത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നുള്ളത് ബോധ്യം അവരുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ ഇവിടെ ട്രാഫിക് സിഗ്നല് നമ്മൾ മറ്റുള്ള എല്ലാ പ്രദേശത്തും എല്ലാ ജംഗ്ഷനിലും എന്തിനു നിലമേല്, ആയൂര്, അഞ്ചല് എന്ന് വേണ്ട എല്ലാ സ്ഥലത്തും സിഗ്നൽ സംവിധാനമായി കഴിഞ്ഞു. ചടയമംഗലത്ത് ഇപ്പോഴും 3 മുക്ക് റോഡേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും 4 മുക്കും 5 മുക്കും 6 മുക്കൊക്കെ ആയി കഴിഞ്ഞു. ചടയമംഗലത്ത് ഇപ്പോഴും 3 മുക്കേ റോഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ 4 മുക്ക് ഉണ്ടാക്കണേ അവിടെ റോഡ് വേണ്ടത്. പക്ഷെ ആസൂത്രണവും ദിശാബോധവും ഉള്ള ഒരു പഞ്ചായത്തിനാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് ഈ 3 മുക്ക് റോഡിനെ 4 മുക്ക് ആക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല. കാര്യം തൊട്ടടുത്ത് ഈ അടുത്ത കാലത്ത് അവിടെ ഒരു പാലം പണി നടന്നത്. ഈ അടുത്ത കാലത്തല്ല 2 വർഷം. അപ്പൊ ആ പാലം പണി നടന്ന സമയത്ത് ആ പാലം പുതുക്കി പണിയാണ് ചെയ്തത്. മറിച്ച് ആ പാലത്തിന് നല്ലൊരു തുക ഇവിടെ MP ഉണ്ട്, MLA ഉണ്ട്, സർക്കാരുണ്ട്. അപ്പൊ നല്ലൊരു തുക ആ പാലം പണിക്ക് വകയിരുത്തിയിരുന്നെങ്കിൽ ആ പാലം പണിയിലൂടെ ഇവിടെ 4 മുക്ക് ജംഗ്ഷൻ ഉണ്ടാക്കാമായിരുന്നു. കാരണം ആ പാലം ആ തോടിന് ഇരുവശമായിട്ട് 2 വശത്തോടു കൂടി 2 റോഡ് പോകുന്ന തരത്തിലും കൂടെ പണിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ 4 മുക്ക് ജംഗ്ഷൻ ഉണ്ടായതിനെ, ട്രാഫിക് സിഗ്നൽ ഉണ്ടായതിനെ, വലിയൊരു വികസനം, കൂടുതൽ ജംഗ്ഷൻ വലുതാവുന്നതനുസരിച്ചുള്ള കൂടുതൽ കച്ചവട സ്ഥാപനങ്ങൾ വന്നതിനെ, കൂടുതൽ സർക്കാർ ഓഫീസുകൾ വന്നതിനെ, അപ്പൊ വലിയൊരു വികസനം അതിൽ നിന്നുണ്ടായത്. അതുപോലെ താലൂക്കുമായിട്ട് അനുബന്ധമായിട്ടുള്ള വിഷയമായിട്ട് നമുക്കറിയാം, ഒരു കാരണവശാലും താലൂക്കിലേക്കുള്ള ആവശ്യമുള്ള സ്ഥാപനങ്ങൾ ഇനി വരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ചടയമംഗലത്തെ ഇടുക്കി കഴിഞ്ഞു. ചടയമംഗലത്ത് ഇപ്പോൾ ഉള്ളത് തന്നെ സർക്കാർ ഓഫീസുകൾ തന്നെ വാടക കിട്ടണം. അപ്പൊ പുതിയ ഓഫീസുകൾ വരണമെങ്കിൽ മിനി സിവിൽ സ്റ്റേഷൻ പോലുള്ള സൗകര്യങ്ങൾ വരണം. അത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കുവാനും പഞ്ചായത്തിന് സാധിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ജനകീയ വിഷയങ്ങൾ, അത് പോരേടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജനകീയ പ്രശ്നം, റോഡ് പണിയായാലും ശരി, അത്തരത്തിലുള്ള ആശുപത്രി സൗകര്യമായാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ജനങ്ങളുടെ മനസ്സിൽ വികസനത്തെക്കുറിച്ചൊരു ബോധവൽക്കരണം നടത്തിയാൽ നമ്മുടെ ലക്ഷ്യം വികസനമാണ്. BJP നമ്മുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നതിന് ശേഷം അദ്ദേഹവും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ് പറയുന്നത്. കേരളത്തിൽ വികസനം കൊണ്ടുവരും തന്നെയാണ് പറയുന്നത്. നമ്മൾ പോരേടത്തിലും അതുപോലെ ചടയമംഗലത്തും വികസനം കൊണ്ടുവരും. അതിനു വേണ്ടിയിട്ട് BJPക്ക് കഴിവുണ്ട്. BJP ഭരിച്ച സ്ഥലങ്ങളെല്ലാം വികസനം എത്തിക്കഴിഞ്ഞു എന്ന ബോധ്യം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് പരാജയം ഉണ്ടാകില്ല. നമ്മൾ വിജയിക്കും. നമുക്ക് വിജയിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തോടു കൂടി, പോരാട്ട വീര്യത്തോടു കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ, ഈ പോരാട്ടത്തിൽ നിങ്ങൾ സധൈര്യം ഇറങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഈ വാർഡ് കൺവെൻഷൻ നിങ്ങൾക്ക് പ്രചോദനമാകട്ടെ. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനൊരു വാക്ക് നിർത്തുന്നു. യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുകയായി മണ്ഡലം ട്രഷറർ ശ്രീ ഹരികുമാർ. ബഹുമാനപ്പെട്ട ഈ വാർഡ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, പോരേടം വാർഡിൻ്റെ ഇൻചാർജ് കൂടിയായിട്ടുള്ള മണ്ഡല സമിതി അംഗം ശ്രീ പോരേടം രവിചേട്ടൻ, ഈ വാർഡ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച നമ്മുടെ BJPയുടെ മുൻ സംസ്ഥാന കൗൺസിൽ അംഗവും ഇലക്ഷൻ കമ്മിറ്റിയുടെ ഇൻചാർജുമായിട്ടുള്ള ശ്രീ വിജയമോഹൻ സാർ, മണ്ഡലത്തിൻ്റെ ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ കുരിയോട് മഞ്ചേഷ് കുമാർ, മണ്ഡലത്തിൻ്റെ സെക്രട്ടറി ശ്രീ AV ജിത്ത്, മണ്ഡല സമിതി അംഗങ്ങളായിട്ടുള്ള തിരുവൻഭാഗം ജയമോഹൻ ചേട്ടൻ, അതുപോലെ ശ്രീമതി സന്ധ്യ, പഞ്ചായത്ത് സമിതിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ശ്രീ പുരുഷോത്തമൻ ചേട്ടൻ, പഞ്ചായത്ത് സമിതി അംഗങ്ങളായിട്ടുള്ള ശ്രീ സന്തോഷ് കുമാർ, നമ്മുടെ ശ്രീകുമാർ ചേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ മുതിർന്ന കാര്യകർത്താവായിട്ടുള്ള ശ്രീ ഭുവനേന്ദ്രൻ ചേട്ടൻ, BMSന്റെ കാര്യകർത്താവായിട്ടുള്ള ശ്രീ പ്രദീപ് ലാൽ, രാജേഷ്, വിജയൻ ചേട്ടൻ, ഹരിയണ്ണൻ, വിജയകുമാർ, പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ S മനോജ്, വിനീത്, വിജയണ്ണൻ, തെരുവൻഭാഗത്തിന്റെ ബൂത്ത് ജനറൽ സെക്രട്ടറി ശ്രീ ഗിരീഷ് പോരേടം, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ കാര്യകർത്താവായിട്ടുള്ള ശ്രീ ശ്യാം, എല്ലാവർക്കും സാദര നമസ്കാരം. നമ്മൾ കൂടുതൽ ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല. കാര്യം നമ്മൾ തുടങ്ങാൻ താമസിച്ചു, അതുകൊണ്ടാണ് നമ്മളിത് വൈൻഡപ്പ് ചെയ്യാനും താമസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. കൂടുതലൊന്നും പറയാനില്ല. നമ്മുടെ പഞ്ചായത്തിന്റെ മൂന്നാമത്തെ വാർഡ് സമ്മേളനമാണ്. നമ്മുടെ പഞ്ചായത്ത് സഭയുടെ പ്രസിഡന്റ് ചിലപ്പോഴേ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുള്ളതായിരുന്നു. കാരണം തിരുവനന്തപുരത്ത് ഹോസ്പിറ്റൽ കേസുമായിട്ട് പുള്ളി ഒത്തിരി തിരക്കൊക്കെ ഉണ്ട്. അതൊക്കെ നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്. നമ്മളത് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയെങ്കിൽ മാത്രമേ, എന്നാലും നമ്മുടെ വാർഡ് സമ്മേളനങ്ങൾക്കോ മറ്റു പരിപാടികൾക്കോ ഒന്നും പഞ്ചായത്തിലെ ഒരു പരിപാടികൾക്കും തടസ്സം വരാതെ അത് വിളിച്ച് ചോദിച്ച് അത് അന്വേഷിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഈ പോരേടം വാർഡിനെ സംബന്ധിച്ച്
നേരത്തെ ഞങ്ങളിവിടെ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രവീന്ദ്രനുമായിട്ട് സംസാരിച്ച ആ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമ്മൾ പോരേടം വാർഡിൽ കഴിഞ്ഞ വർഷം 272 വോട്ടാണ് നമ്മൾ പോരേടം വാർഡിൽ NDA അല്ലെങ്കിൽ BJP കരസ്ഥമാക്കിയത്. അതായത് 372 വോട്ടാണ് LDF ഉണ്ടായിരുന്നത്. 100 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥി ഇവിടെ നിന്ന് ജയിച്ചത്. അതേസമയം നമ്മളിൽ നിന്ന് 170 വോട്ടാണ്, 100 വോട്ടിന്റെ വ്യത്യാസത്തിലാണ് UDF സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് പോയത്. അങ്ങനെ നമ്മൾ വളരെ നല്ല രീതിയിൽ നേരത്തെ ഇവിടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കഴിഞ്ഞ വർഷം കാഴ്ചവെച്ചു. നമ്മുടെ ശ്രീമതി രമ്യ ആയിരുന്നു നമ്മുടെ കാൻഡിഡേറ്റ്, നല്ല രീതിയിൽ. പക്ഷെ നമുക്ക് പറയാൻ ഉള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സാമ്പത്തികപരമായിട്ട് നമ്മളെ കൂടുതൽ സഹായിക്കാനോ നമുക്കതിന്റെ സപ്പോർട്ടോ ഒന്നും തോന്നിയ ആൾക്കാർ നമുക്ക് പാറയോ മണലോ വിറ്റുള്ള പൈസയൊന്നും നമ്മുടെ കയ്യിൽ, നമ്മുടെ പ്രവർത്തകരുടെ കയ്യിലോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ കയ്യിലോ വന്നു ചേരുന്നില്ല. കാരണം നമ്മളൊരു കാൻഡിഡേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ആ കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ, ഒരു 70% പൈസ നമ്മൾ മുതൽ മുടക്കിയാലേ ഇറക്കിയാലേ നമുക്ക് അവിടെ വിജയിക്കാനോ മത്സരിക്കാനോ അല്ലെങ്കിൽ 2ാം സ്ഥാനം വരാനോ 1ാം സ്ഥാനം വരാനോ ഒക്കെ നമുക്ക് സാധിക്കും. നമ്മൾ എന്നിരുന്നാൽ തന്നെയും അത് എൻ്റെ ഒരു ഉദാഹരണമാണ് അത് പറയാൻ കാര്യം എനിക്ക് ഏതാണ്ട് കഴിഞ്ഞ വർഷം ഞാൻ മൂലങ്കോട് വാർഡിൽ ഒരു 10-15 ദിവസമേ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുള്ളൂ. കാര്യം പഞ്ചായത്ത് സമിതിയുടെ ചുമതല ഉണ്ടായിരുന്നതുകൊണ്ട് ആ സമയത്ത് 15 ദിവസത്തെ ചുമതല മഞ്ചേഷ് ഏറ്റെടുക്കുകയും ഞാൻ ആ 15 ദിവസം പ്രചരണത്തിന് ഇറങ്ങിയെങ്കിൽ ഒരു 35,000 രൂപ, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല ഈ 35,000 രൂപയ്ക്ക് എല്ലാം കൂടി കുറച്ച് ആൾക്കാർ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തന്നിരുന്നു എങ്കിൽ തന്നെ ഒരു 35,000 രൂപയ്ക്ക് നമ്മുടെ ഇലക്ഷൻ വർക്കുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കഴിഞ്ഞു. കാര്യം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ പാർട്ടിയുടെ കൂടുതൽ സഹായങ്ങൾ, നമുക്കൊരു നിശ്ചിത തുക, അത് പാർലമെന്റ് ഇലക്ഷൻ ആയാലും നിയമസഭാ ഇലക്ഷൻ ആയാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പായാലും നമുക്ക് പാർട്ടിയുടെ ഒരു സഹായധനം നമുക്ക് ചെയ്യാറുണ്ട്. അതിൽ കവിഞ്ഞ ഒരു വരവും നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിനോ നമ്മുടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്കോ ഇല്ല. എന്നിരുന്നാൽ തന്നെ നമ്മൾ പഞ്ചായത്തിൽ 1-2 സ്ഥാനാർത്ഥികളെ നമ്മുടെ പഞ്ചായത്തിന്റെ ഫുൾ ചെലവിൽ തന്നെ നമ്മൾ നിർത്തി അവിടെ മത്സരിപ്പിച്ച് 2ാം സ്ഥാനവും ജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് വാർഡുകളാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ ആ രീതിയിൽ ഉള്ളത് ഓണം പോലെ നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ കഴിവ് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഒരു 270 വോട്ടിനാണ് നമ്മുടെ ഈ പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനം നമുക്ക് നഷ്ടമാകുന്നത്. 270 വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാർഡിൽ നമ്മൾ മേടിക്കുന്ന വോട്ടുമില്ല. അപ്പം നമ്മൾ കൂടുതൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബ്ലോക്കുകളിലും ജില്ലാ ഡിവിഷനിലേക്കും അതുപോലെ നമ്മുടെ 16 വാർഡുകളിലേക്കും നമ്മൾ ആ രീതിയിലുള്ള ഏത് സംവരണമാണോ ആ രീതിയിലുള്ള സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നതിനോടൊപ്പം പോരേടത്ത് വാർഡിലും നല്ലൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തി ജയിപ്പിച്ച് പഞ്ചായത്തിന്റെ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ നമ്മുടെ കാവ്യ പതാക പറപ്പിക്കുന്നതിന് എല്ലാവിധ ആശംസകളും ഉണ്ടാകട്ടെ, അതിന് സാധിക്കട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ ഈ വാർഡ് സമ്മേളനത്തിൽ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം. പഞ്ചായത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ മനോജ് ബഹുമാന്യ അധ്യക്ഷൻ ജവിച്ചേട്ടൻ, ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച വിജയൻ സാറ്, മഞ്ചേഷ്, ശ്രീ ഹരി സാറ്, ജിത്ത്, പുരുഷോത്തമൻ ചേട്ടൻ, ശ്രീകുമാരേട്ടൻ, പാർട്ടിയുടെ സജീവ പ്രവർത്തകരെ, പോരടുത്തെ എല്ലാവരായ സഹപ്രവർത്തകരെ എല്ലാവർക്കും ഉന്നത നമസ്കാരം. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയൻ സാറ് പറഞ്ഞതുപോലെ 10ഓളം സീറ്റുകൾ ജയിച്ച് അധികാരം പിടിച്ച് ഒരു നമ്മുടെ BJPയുടെ പ്രസിഡന്റ് ഉണ്ടാകും. അതിന് BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി കൂടുതലെങ്കിലും നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് വിജയം ഉറപ്പാണ്. ഇവിടെ പോരാട്ടത്തെ സംബന്ധിച്ചോളം പാറക്കോറി വിഷയത്തിൽ UDFും LDFും രണ്ട് വള്ളത്തിൽ ചവിട്ടി നിന്നപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളോടൊപ്പം ഒരേ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പോരാടം നിവാസികൾക്കും പാറക്കോറിയിൽ
പ്രശ്നങ്ങളുണ്ടാകുന്ന ജനതയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി പോരേടം വാർഡ് നല്ല രീതിയിൽ തന്നെ BJPക്ക് ജയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വന്ദേ മാതരം. അല്ല നമുക്ക് സ്കറിങ് പറയുന്നതിന് മുമ്പേ വേണ്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരു കാര്യം എന്ന് പറഞ്ഞോട്ടെ. നമ്മൾ ഇതിനകത്ത് ഈ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അത് 26-ാം തീയതി തയ്യാറാക്കി നമ്മുടെ സംസ്ഥാന കമ്മിറ്റി കൊടുക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അമിത്ഷാ കേരളത്തിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ സമാന്തര വോട്ടർ പട്ടിക കൈപ്പറ്റി അതിനകത്തുള്ള പഠനം നടത്തുന്നതിന് വേണ്ടിയാണ്. ഈ സമാന്തര വോട്ടർ പട്ടിക നമ്മൾ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് സമഗ്രമായി കേരള സംസ്ഥാനത്തിൻ്റെ പ്രത്യേക ഒരു വിഭാഗമുണ്ട്, അവരിത് പഠിക്കും. അവർ ചടയമംഗലം പഞ്ചായത്തിൽ വന്നിട്ട് ഓരോ വാർഡുകളെ പറ്റിയും അവർ പഠിക്കും. അതുകൊണ്ട് നമുക്ക് ഈ 26-ാം തീയതിക്കകത്ത് 26 ഇന്ന് 25 നാളെയാണ്, നമുക്കൊരു 30-ാം തീയതിക്കകത്തെങ്കിലും നമ്മുടെ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കി കൊടുക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം നമ്മൾ അടിയന്തരമായി നടത്തണം. നമ്മൾ അക്കാര്യത്തിൽ ഒരു വീഴ്ചയും നടത്താൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സമാന്തര വോട്ടർ പട്ടിക എന്ന് പറയുന്നത് നമ്മുടെ വോട്ടർ പട്ടികയിൽ എത്ര പേരുണ്ടോ അത്രയും വോട്ടർമാരുള്ള ഒരു പട്ടികയാണ് സമാന്തര വോട്ടർ പട്ടിക. അപ്പം നമ്മുടെ പോരാടം വാർഡിൽ നമ്മൾ 1200 പേരുണ്ടെങ്കിൽ 1200 പേരുടെ ഒരു പട്ടികയാണ് നമ്മുടെ സമാന്തര വോട്ടർ പട്ടിക വരുന്നത്. അത് 4 കാറ്റഗറിയെ തിരിക്കും. ഒന്ന് നമ്മുടെ ഉറച്ച വോട്ടുകൾ, ഒരു കാറ്റഗറി അതാണ് സമാന്തര വോട്ടർ പട്ടികയിലെ ഒരു കാറ്റഗറി ഉറച്ച വോട്ടുകൾ. 2 നമ്മുടെ അനുഭാവ വോട്ടുകൾ. 3 നിഷ്പക്ഷ വോട്ടുകൾ. 4 സ്ട്രാറ്റജി കൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകൾ. വെച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയാത്ത വാർഡുകൾ. സ്ട്രാറ്റജി കൊണ്ട്, സമരം കൊണ്ട്, നമ്മുടെ യത്നം കൊണ്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട്, നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന വാർഡുകളാണ് ഈ 4-ാം വിഭാഗത്തിൽപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ജയിക്കാൻ താരതമ്യേന സാധ്യതയില്ലാത്ത വാർഡുകൾ. അങ്ങനെ 4 തരത്തിലുള്ള കാറ്റഗറി അനുസരിച്ചാണ് നമ്മൾ സമാന്തര വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത്. അതിന് നമ്മൾ വാർഡിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ഇരുന്നെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റും. ഈ ഓരോ വാർഡിന്റെ ഒരു ഭാഗത്ത് എഴുതാൻ മാത്രം ഇത് തയ്യാറാക്കാൻ പറ്റില്ല. നമ്മുടെ പാർട്ടി അനുഭാവികൾ, നമ്മുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവർ, നിഷ്പക്ഷ വോട്ടർമാരെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആളുകളെ ഇരുന്ന് അത് കണ്ടുപിടിച്ച് 30-ാം തീയതിക്കകത്ത് കൃത്യമായി അത് തയ്യാറാക്കി നമുക്ക് അവിടെ കൊടുക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടാവണം. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വാർഡ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട തന്നെ നമ്മുടെ ഈ സമാന്തര വോട്ടർ പട്ടികയാണ്. അത് കൃത്യമായി തയ്യാറാക്കണം. നിങ്ങൾ ചെയ്തു തുടങ്ങിയ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അക്കാര്യത്തിൽ ഒരു വീഴ്ച ഉണ്ടാവരുത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അതിനകത്ത് കൂട്ടിച്ചേർത്ത് പറഞ്ഞാണ്. നമ്മുടെ ഈ യോഗത്തിൽ കൃതജ്ഞത ശ്രീ വിനീത് അവർ ക്ഷണിച്ചു. ഉറച്ച വോട്ട്, നമ്മുടെ വോട്ട്, 1 ഉറച്ച വോട്ട്, 2 അനുഭാവി, BJPയുടെ 3 നിഷ്പക്ഷ വോട്ട്, പഞ്ചായത്ത് കമ്മിറ്റിയുടെ 4 വാർഡ് സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജി കൊണ്ട് 16-ാം വാർഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട ഹരിയിടാതിരിക്കട്ടെ. മറ്റ് സമീപ വാർഡ് പേരെഴുതണം, അഡ്രസ് പ്രവർത്തകർ, പിന്നെ 16-ാം വാർഡിലെ പ്രവർത്തകർ എല്ലാവർക്കും എന്റെ വ്യക്തിപരമായ പേരിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളും. ശ്രീ വിഷൻ പ്രേക്ഷകർക്കെല്ലാവർക്കും പ്രണാമം. ലൈക്ക് ബട്ടൺ അമർത്താനും സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. ഏറ്റവും പ്രധാനമായി ശ്രീ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ പുതിയ വാർത്താ അപ്ഡേറ്റുകളും പ്രത്യേക റിപ്പോർട്ടുകളും ലഭ്യമാകും.